അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യത്തെ എക്സാമിന് റിപ്പോർട്ട് റൈറ്റിംഗ് കണ്ടന്റ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്നുള്ളത് എസ്എക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. റിസർച്ച് മെത്തഡോളജി. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് മാത്രമാണ് ഇത് വരുന്നത്. പ്രൊജക്റ്റിന് പകരം അഡീഷണൽ ആയിട്ടുള്ളൊരു പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. ദെൻ റെഗുലർ സ്റ്റുഡൻസിൻ്റെ എക്സാംസ് ഒക്കെ ഓൾറെഡി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം BCom BBA അതുപോലെ തന്നെ MCom MBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. സോ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. നമുക്ക് ഇതൊരു പ്രൊജക്റ്റിന് പകരമായിട്ട് വരുന്ന ഒരു അഡീഷണൽ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ മാർക്സ് ടോട്ടൽ മാർക്സിൽ വ്യത്യാസമുണ്ട്. 60 മാർക്സ് ആണ് വരുന്നത് ടോട്ടലായിട്ട്. എക്സ്റ്റേണൽ ഇൻറ്റേർണൽ 15 മാർക്സ്, അങ്ങനെ ടോട്ടൽ 75 മാർക്സിൻ്റെ പേപ്പറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 മാർക്സ് ആണ് എക്സ്റ്റേണൽ എഴുതി മേടിക്കേണ്ടത്. ദെൻ 15 മാർക്സ് MCQ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 75 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 35% ആണ് നമ്മുടെ പാസ് മാർക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 27-28 മാർക്കാണ് നമുക്ക്, 28 മാർക്സിൻ്റെ അടുത്താണ് നമുക്ക് ജയിക്കാനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാദ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധാരണ 80 + 20 100, അതല്ല ഇവിടെ 60 + 15 75, ഇങ്ങനെയാണ് നമ്മുടെ മാർക്സിൻ്റെ ഡീറ്റെയിൽസ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വ്യത്യാസമുണ്ട്. ദെൻ മാർക്സ് 2 മണിക്കൂറാണ് എക്സാം വരുന്നത്. 2 മണിക്കൂർ പ്ലസ് നമുക്ക് 15 മാർക്കിൻ്റെ MCQന് അഡീഷണൽ ആയിട്ടുള്ള ടൈം. ദെൻ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലാണെങ്കിലും വ്യത്യാസമുണ്ട്. നമുക്ക് പാർട്ട് എയിൽ 12 ചോദ്യങ്ങൾ വരുന്നു. പാർട്ട് ബിയിൽ 5 മാർക്കിൻ്റെ 7 ചോദ്യങ്ങൾ വരുന്നു. എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ടോട്ടൽ 2 എസ്സേ ആണ് വരുന്നത്. അതിൽ ഒരെണ്ണം എഴുതണം, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് മനസ്സിൽ എന്തായാലും വെക്കാം. 2 hours എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. നിങ്ങളെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് 5th സെമസ്റ്ററിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. സോ അതിൻ്റെ സെയിം കണ്ടന്റ് തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് സ്കോർ ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കും. പാസ്സാകാനും കുറച്ചും കൂടിയും ഈസിയാണ്. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പേപ്പർ ഇതാണ്. റിസർച്ച് മെത്തഡോളജി 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് ആണ്. റിസർച്ചിൻ്റെ ബേസിക്സ് ആദ്യം പറയുന്നു. ദെൻ സോഴ്സസ് ഓഫ് ഡാറ്റ മൊഡ്യൂൾ നമ്പർ 2. ദെൻ പ്രൈമറി ഡാറ്റ കളക്ഷൻ, ദെൻ സാമ്പിളിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഇതാണ് 5 മൊഡ്യൂള്. ഈ സെയിം കണ്ടൻസ് തന്നെ നിങ്ങൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 5th സെമസ്റ്ററിലെ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ് എസ്സേ ചോദ്യം ഏതൊക്കെ മൊഡ്യൂൾസിൽ നിന്നാണ് സാധാരണ കൂടുതൽ കണ്ടുവരാറ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എസ്സേ വന്നിട്ടായിരുന്ന മൊഡ്യൂൾ നമ്പർ 3 നിന്നും അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 4 നിന്നുമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അതല്ലാതെ കണ്ട ഒരെണ്ണം കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മൊഡ്യൂൾ നമ്പർ 5 നിന്ന് റിപ്പോർട്ട് റൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ് കണ്ടൻസ് പലപ്പോഴും എസ്സേ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 3 മൊഡ്യൂൾസിൽ നിന്ന് മൊഡ്യൂൾ നമ്പർ 3, 4, 5 ഇതിൽ നിന്നൊരു 2 എസ്സേ അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇനി 1 by 1 ആയിട്ട് കാണാം കേട്ടോ. സോ നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച്, അതിൽ നിന്ന് സാധാരണ 2 marks and 5 marks ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം. സോ അതിലാദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിസർച്ച് എന്താണെന്നുള്ളത്. 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് റിസർച്ച് എന്നുള്ളത് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻ എന്താണ് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിസർച്ച് ഡിസൈൻ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി
അതിൻ്റെ താഴെ പല കൺസെപ്റ്റുകൾ കാണാൻ സാധിക്കും റിസർച്ച് ഡിസൈനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണ്, എക്സ്ട്രേനിയസ് വാരിയബിൾ എന്താണ്, ഇങ്ങനെ 2-3 കാര്യങ്ങൾ കാണാം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിപ്പെൻഡൻറ്റ് വാരിയബിളിനെ പറ്റിയിട്ട് 2 മാർക്സിൻ്റെ, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ, എക്സ്ട്രേനിയസ് വാരിയബിൾ. സോ ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കാണ്. ഇനി അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കും 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് എന്താണ്. 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് എന്താണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്. പല തരത്തിലുള്ള റിസർച്ചിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിതിൽ കാണാം. അതിൽ ഏതെങ്കിലും ഒക്കെ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ എക്സ്പെക്റ്റ് ചെയ്യാം. എസ്പെഷ്യലി ആദ്യം ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനലിറ്റിക്കൽ, അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ്, കൺസെപ്ച്വൽ വേഴ്സസ് എംപെരിക്കൽ, ഇങ്ങനെ പല തരത്തിലുള്ള റിസർച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ ഏരിയയിൽ ഡിഫറെൻറ്റ് റിസർച്ച് ഡിസൈൻസിൻ്റെ താഴെ എക്സ്പ്ലോറട്ടറി റിസർച്ച് കാണാൻ സാധിക്കും. അത് സെപ്പറേറ്റ് പലപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. അതും നിങ്ങൾ മറക്കാണ്ട് നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പലപ്പോഴും വരാറുള്ളതാണ് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് റിസർച്ച് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കാണാൻ സാധിക്കും. ആക്ച്വലി അതാണ് നമുക്കിനി ഈ സബ്ജക്റ്റിൽ മൊത്തം പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ പല കാര്യങ്ങളുമാണ് നമുക്കിനി വരും ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള മൊഡ്യൂൾസ് പഠിക്കുമ്പോൾ അതും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ റിസർച്ച് പ്രോസസ്സ് ശരിക്കും പറഞ്ഞ ഒരു എസ്സേക്ക് ഉള്ളൊരു കണ്ടൻറ്റാണ്. ബട്ട് അത് എസ്സേ ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടോപ്പിക്ക്, റിസർച്ചിൻ്റെ പ്രോസസ്സ് പഠിക്കുക. അതിലിപ്പോൾ ആദ്യം റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ റിസർച്ച് പ്രോബ്ലം എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ എക്സ്പെക്ട് ചെയ്യാം. ലിറ്ററേച്ചർ സർവേ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഹൈപ്പോത്തസിസ് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, അത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. സാമ്പിൾ ഡിസൈൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഒരു 10-11 എണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പറയുന്ന 10-11 പോയിന്റിലെ പരമാവധി അല്ലെങ്കിൽ പല ചോദ്യങ്ങളും പല സ്റ്റെപ്പുകളും നമുക്ക് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ 2 മാർക്സിൻ്റെ ചോദ്യമായിട്ടാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. എസ്സേ ആയിട്ട് അങ്ങനെ ഇട്ട് കണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ പറയാനുള്ളത്. കൂടുതൽ 2 and 5 മാർക്സ് ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റിസർച്ച് എന്താണ്, റിസർച്ച് ഡിസൈൻ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് എന്താണ് 2 മാർക്കിൻ്റെ വരാറുണ്ട്. എക്സ്പ്ലോറട്ടറി റിസർച്ചിനെ പറ്റിയിട്ടുള്ള കാര്യം നോക്കണം. പിന്നെ റിസർച്ച് ഡിസൈൻ റിസർച്ചിൻ്റെ പ്രോസസ്സിൻ്റെ ഉള്ളിലുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമുകൾ പറഞ്ഞു, അത് 2 മാർക്കിൻ്റെയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, so that's about module number 1. Moving to module number 2, sources of data. ഇതാണ് module number 2. ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത എസ്സേക്ക് പ്രതീക്ഷിക്കാം സോഴ്സസ് ഓഫ് ഡാറ്റ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അങ്ങനത്തെ ഒരു ടോപ്പിക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ട്. ദെൻ അത് മാത്രമല്ല, ഈ സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് പ്രൈമറി ഡാറ്റ നമുക്ക് പഠിക്കാനുണ്ട്, അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ. സെക്കൻഡറി ഡാറ്റയും പഠിക്കാനുണ്ട്, അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ. ഈ പ്രൈമറി ഡാറ്റയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇത് തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂള് വളരെ ക്രിസ്പി ആയിട്ട് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് മൊഡ്യൂൾ നമ്പർ 3-ത്തെ മെജോറിറ്റി കാര്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇത് നോക്കിയാൽ മതി. മൊഡ്യൂൾ നമ്പർ 2 നോക്കിയാൽ തന്നെ മൊഡ്യൂൾ നമ്പർ 3-ത്തെ പല കാര്യങ്ങളും അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. ഓക്കെ, അപ്പോൾ സോഴ്സസ് ഓഫ് ഡാറ്റ എസ്സേക്കിടാം, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. അപ്പോൾ അതിൽ പ്രൈമറി ഡാറ്റ എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. സെക്കൻഡറി ഡാറ്റ എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം, നിർബന്ധമായി നോക്കിയിരിക്കണം. ഇനി പ്രൈമറി ഡാറ്റയുടെ കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ, അതിൽ ആദ്യത്തെ ഒബ്സർവേഷൻ മെത്തേഡ്. അപ്പോൾ ഈ ഒബ്സർവേഷൻ മെത്തേഡ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ എന്താണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്.
ഇത് തന്നെ നമുക്ക് മൊഡ്യൂൾ നമ്പർ 3 കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഇവിടെ പഠിക്കുകയാണെങ്കിൽ അവിടെ പിന്നെ അധികം നിങ്ങൾക്ക് വായിച്ച് നേരെ കളയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒബ്സർവേഷൻ പറഞ്ഞു, രണ്ടാമത് ഇൻ്റർവ്യൂ പറഞ്ഞു, അതിന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് 5 മാർക്കിന് പ്രതീക്ഷിക്കാം. എഗെയിൻ ക്വസ്റ്റനെയർ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് പഠിക്കണം. ഷെഡ്യൂൾ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം പഠിക്കണം. അപ്പോൾ പ്രൈമറി ഡാറ്റയിലത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് SAക്ക് സോഴ്സസ് ഓഫ് ഡാറ്റ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ വേണമെങ്കിൽ പ്രൈമറി ഡാറ്റ മാത്രമായിട്ട് എടുത്ത് ചോദിക്കാം, അതിലെഴുതാം. അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പറയുന്ന കണ്ടൻസ് ഒക്കെ 5 മാർക്കിൻ്റെയിലും 2 മാർക്കിൻ്റെയിലും സ്കോപ്പുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അതാണ് ആദ്യം പറയാനുള്ളത്. ഇനി സെക്കൻഡറി ഡാറ്റയാണ് നെക്സ്റ്റ്. എന്താണ് സെക്കൻഡറി ഡാറ്റ? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അതിൻ്റെ സോഴ്സസിൽ ഉള്ളത് വളരെ ഈസിയാണ്. പബ്ലിഷ്ഡ് സോഴ്സസ്, അതുപോലെ തന്നെ റിപ്പോർട്ട്സ്, ജേണൽസ്, അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുക കേട്ടോ, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി എഗെയിൻ 5 മാർക്കിൻ്റെ ചോദ്യത്തിലും 2 മാർക്കിൻ്റെ ചോദ്യത്തിലും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്കോപ്പ് ഉള്ളൊരു ടോപ്പിക്കാണ് സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്, ലെവൽ ഓഫ് മെഷർമെൻറ്റ്, സ്കെയിൽ ക്ലാസിഫിക്കേഷൻ. അതിൽ നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ 5 മാർക്കിൻ്റെ വേണമെങ്കിൽ ഇടാം ലെവൽ ഓഫ് മെഷർമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ലിക്കേർഡ് സ്കെയിൽ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നമുക്കിതിൽ നെക്സ്റ്റ് പലതരം വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഒരു ടോപ്പിക് കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുണ്ട്. ഇൻറ്റേർണൽ വാലിഡിറ്റി എന്താണ്, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്താണ്, കൺസ്ട്രക്ട് വാലിഡിറ്റി, അങ്ങനെ വാലിഡിറ്റിയിലെ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. റിലയബിലിറ്റി എന്താണെന്നുള്ളത് നോക്കണം, 2 മാർക്സ്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ സോഴ്സസ് ഓഫ് ഡാറ്റയാണ് എക്സാമിന് SI ചോദിച്ചിട്ടുള്ളതെങ്കിൽ പ്രൈമറി സെക്കൻഡറി ചെറുതാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനിയിപ്പോൾ പ്രൈമറി ഡാറ്റ മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. പ്രൈമറി ഡാറ്റയുടെ ഉള്ളിൽ വരുന്ന പലതും 2 മാർക്കിനും 5 മാർക്കിനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഒബ്സർവേഷൻ വന്നിട്ടുള്ളതാണ്, ക്വസ്റ്റനെയർ വന്നിട്ടുള്ളതാണ്, ഇൻ്റർവ്യൂ മെത്തേഡും വന്നിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ സ്കെയിൽ ലെവൽ ഓഫ് മെഷർമെൻറ്റിലത്തെ ആ ടോപ്പിക് 5 മാർക്കിനും അതിൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും വേണമെങ്കിൽ 2 മാർക്കിനും പ്രതീക്ഷിക്കാം. ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 2. ഇനി മൊഡ്യൂൾ നമ്പർ 3യുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. മൊഡ്യൂൾ നമ്പർ 3 അതിൽ നോക്കിയാൽ ആദ്യം തന്നെ ഒബ്സർവേഷൻ എന്താണ്, ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഇതാണ് ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ഒബ്സർവേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ ഇതിലാകെ കൂടിയിട്ട് കാണാൻ സാധിക്കുന്നത് ടൈപ്സ് ഓഫ് ഒബ്സർവേഷനാണ്. അത് നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മളത് അവിടെ നോക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോക്കസ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ ഫോക്കസ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ കണ്ടുവന്നുള്ളതാണ്. ആ രീതിയിൽ നോക്കാം കേട്ടോ. പിന്നെ ബിഹേവിയർ മാപ്പിംഗ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിൽ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് ബിഹേവിയർ മാപ്പിംഗ്, നോക്കിയിരിക്കണം. ഡെൽഫി ടെക്നിക്ക് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ചോദ്യമാണ്. ഓക്കെ, ഇനി ഇതിൽ നെക്സ്റ്റ് പറയാനുള്ളത് സർവേ റിസർച്ച് എന്താണ്, 2 മാർക്സ് ചോദ്യം, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്, പലപ്പോഴും കണ്ടുവരാറുള്ളതാണ്. ഇതൊക്കെ 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ. ഇനി നെക്സ്റ്റ് ഇൻ്റർവ്യൂ എന്താണ്, വാരിയസ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂ മെത്തേഡിനെ പറ്റിയിട്ട് മൊഡ്യൂൾ നമ്പർ 2 കണ്ടതാണ്. ദെൻ ഇവിടെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ അത് പഠിക്കാം, 5 മാർക്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒബ്സർവേഷൻ, അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, അതിൻ്റെ ടൈപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ മൊഡ്യൂൾ നമ്പർ 2 പറഞ്ഞ പല കാര്യങ്ങളും തന്നെയാണ് ഇവിടെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പൈലറ്റ് സർവേ എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് പൈലറ്റ് സർവേ ഇൻ സോഷ്യൽ റിസർച്ച്. കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിലെ SI ചോദിച്ച ചോദ്യം ഇതാണ്. അപ്പോൾ നമുക്ക് 2 മാർക്കിനിൽ പൈലറ്റ് സർവേ എന്താണെന്നുള്ളത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 5 മാർക്കോ SI ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ SI ചോദ്യമായിരുന്നു പൈലറ്റ് സ്റ്റഡി. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന ക്വസ്റ്റ്യനെയറിൻ്റെ ഡീറ്റെയിൽസിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ്, ഡിക്കോട്ടമസ്, അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ പറഞ്ഞു മൊഡ്യൂൾ നമ്പർ 2 പഠിച്ച കുട്ടിക്ക് മൊഡ്യൂൾ നമ്പർ 3 പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. നമ്മൾ അവിടെ പഠിച്ച പ്രൈമറി ഡാറ്റ കളക്ഷനിൽ പഠിച്ച പല കാര്യങ്ങളുടെയും ടൈപ്സ് മാത്രമാണ് നമുക്കിവിടെ കവർ ചെയ്യാനുള്ളത്. പിന്നെ എസ്പെഷ്യലി ഒബ്സർവേഷനും ഇൻ്റർവ്യൂ. പിന്നെ ഞാൻ പറഞ്ഞു പൈലറ്റ് സ്റ്റഡി എസ്സേക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അത് നോക്കുക. ബിഹേവിയർ മാപ്പിംഗ് 2 മാർക്ക്, ഡെൽഫി സ്റ്റഡി 2 മാർക്ക്, ഇതൊക്കെ 2 മാർക്കിൻ്റെ പലതും പ്രതീക്ഷിക്കാം. ഞാൻ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് മൊഡ്യൂൾ നമ്പർ 3 ഈസി ആയിട്ട് അവസാനിക്കില്ലേ? ഓൾറെഡി 2-ൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇവിടെ പലതും വരുന്നതുകൊണ്ട്. ദാറ്റ്സ് അബൌട്ട് ആ ഒരു മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, സാമ്പിളിംഗ് ആണ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാം 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഒരുപാടുണ്ടാവും, 5 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് സാമ്പിളിംഗ്. സോ സാമ്പിളിംഗ്, അതിൽ നിങ്ങൾക്ക് പോപ്പുലേഷൻ എന്താണ് 2 മാർക്ക് ചോദ്യം, സാമ്പിളിംഗ് ഫ്രെയിം എന്താണ് 2 മാർക്ക് ചോദ്യം, സാമ്പിൾ ഡിസൈൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കണം. സാമ്പിളിംഗ് വേഴ്സസ് സെൻസസ്, സാമ്പിളിങ്ങും സെൻസസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിരിക്കണം കേട്ടോ, ബേസിക്സ് ആണ്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളിലും 2 മാർക്കിൽ വരാം. സാമ്പിളിംഗ് യൂണിറ്റ് നോക്കണം, അത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി എസ്സേക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യം തന്നെയാണ്, എന്താണ് സാമ്പിളിംഗ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇപ്പോൾ എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇപ്പോൾ എസ്സേക്ക് ഇട്ടിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ വിചാരിക്കുക, നോ പ്രോബ്ലം. അതിൻ്റെ ഉള്ളിലത്തെ പല കാര്യങ്ങളും 2 മാർക്കിൻ്റെ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ഉണ്ടായിരിക്കും. അപ്പോൾ 3 പാർട്ടിലും ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4. അപ്പോൾ സാമ്പിളിംഗ് എന്താണ്, ഈ പറഞ്ഞ ടേമുകൾ, സാമ്പിളിംഗ് യൂണിറ്റ്, സാമ്പിൾ സൈസ്, സാമ്പിൾ ഡിസൈൻ, ഇതൊക്കെ നോക്കുക. ദെൻ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് നോക്കുക, എസ്സേക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഈ ടൈപ്സിൽ കാണുന്ന ഓരോ പോയിന്റുകളും നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിലോ 5 മാർക്കിൻ്റെ ചോദ്യത്തിലോ പ്രതീക്ഷിക്കാം. ഇപ്പോൾ പ്രോബിലിറ്റി സാമ്പിളിംഗ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റർ, സിസ്റ്റമാറ്റിക്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ആയിട്ട് പ്രതീക്ഷിക്കാം സെപ്പറേറ്റ്. നോൺ പ്രോബിലിറ്റിയിൽ കൺവീനിയൻസ്, ക്വാട്ട, സ്നോബോൾ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് 2 മാർക്കിൻ്റെ പിന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ചോദ്യമാണ്, സാമ്പിളിംഗ് എറർ എന്താണ്, നോൺ സാമ്പിളിംഗ് എറർ എന്താണ്, റിപ്പീറ്റാണ്, കോൺഫിഡൻസ് ലെവൽ എന്താണ്, ഓക്കെ, കോൺഫിഡൻസ് ലെവൽ എന്താണ്, അതുപോലെ തന്നെ നോൺ സാമ്പിളിംഗ് എറർ, സാമ്പിളിംഗ് എറർ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തിട്ട് മിക്ക പേപ്പറിൽ നോക്കിയാൽ ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 4. ഓക്കെ, മൂവിങ് ടു ലാസ്റ്റ് മൊഡ്യൂൾ, റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഞാനിത് എസ്സേക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് ഇത് ഇട്ടിട്ടില്ല റിപ്പോർട്ട് റൈറ്റിംഗിൽ നിന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യത്തെ എക്സാമിന് റിപ്പോർട്ട് റൈറ്റിംഗ്, കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്നുള്ളത് എസ്സേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ റിപ്പോർട്ട് റൈറ്റിംഗ് എന്താണ്, അതിൽ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ ടൈപ്സ് ഓഫ് റിപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുണ്ട്, 5 മാർക്കിലും വരാറുണ്ട്. അതിലിപ്പോൾ ലോങ് റിപ്പോർട്ട് ആൻഡ് ഷോർട്ട് റിപ്പോർട്ട്, വേർട്ടിക്കൽ, ലാറ്ററൽ റിപ്പോർട്ട്, പീരിയോഡിക് റിപ്പോർട്ട്, പല റിപ്പോർട്ടുകളുടെയും ഡിഫറൻസ്, അതുപോലെ തന്നെ ആ പറഞ്ഞ പല റിപ്പോർട്ടുകളും 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് പഠിക്കുക. ദെൻ ദി മെയിൻ ടോപ്പിക്, റിസർച്ച് റിപ്പോർട്ട് ഫോമാറ്റ്. ഇതാണ് നമ്മൾ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നത്. കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ റിസർച്ച് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ എസ്സേ പ്രതീക്ഷിക്കുന്നത്, കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എസ്സേക്ക്. ഇനി 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. എസ്പെഷ്യലി റെഫറൻസ് എന്താണ്, ബിബ്ലിയോഗ്രഫി എന്താണ്, ഫുട് നോട്ട് എന്താണ്, APA സ്റ്റൈൽ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്, APA എന്താ, ഈ പറഞ്ഞ റെഫറൻസ് എന്താണ്, ഫുട് നോട്ട് എന്താണ്, ബിബ്ലിയോഗ്രഫി എന്താണ്, ഇതൊക്കെ 2 മാർക്ക് ചോദ്യമാണ്. ദെൻ ഡോക്യുമെൻറ്റേഷൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ APA, MLA, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ റൈറ്റിംഗ് റിപ്പോർട്ട്, അതിൻ്റെ സ്റ്റെപ്പുകളുണ്ട്, അതൊന്നും നോക്കാം. ഇവാലുവേഷൻ ഉണ്ട് മെയിൻ. അപ്പോൾ കണ്ടൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ്സേ നിർബന്ധമായി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു SC ടോപ്പിക് എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ടാണ്. ഓക്കെ, പിന്നെ 2 മാർക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ബിബ്ലിയോഗ്രഫി, ആ കാര്യങ്ങളൊക്കെ ഇല്ലേ,
റെഫറൻസ്, ഫുഡ് നോട്ട്, ഡോക്യുമെൻറ്റേഷൻ, ഇതൊക്കെ 2 മാർക്സിൻ്റെ ചോദ്യങ്ങളിലും പ്രതീക്ഷിക്കാം. ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 5. സോ ഇതാണ് റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും, എസ്എക്ക് പ്രതീക്ഷിക്കുന്നത് മൊഡ്യൂൾ നമ്പർ 3, 4, 5, എസ്പെഷ്യലി 5 എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ 3ൽ നിന്ന് 4ൽ നിന്നും 2 മാർക്സിൻ്റെയും 5 മാർക്സിൻ്റെയും എസ്എക്കും സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് 3 മൊഡ്യൂളാണ് ഏറ്റവും കൂടുതൽ, എസ്പെഷ്യലി 3ഉം 4ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 and 2 എന്ന് പറയുന്നത് 2 മാർക്കും 5 മാർക്കാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നന്നായി പഠിക്കുകയാണെങ്കിൽ മൊഡ്യൂൾ നമ്പർ 3 ഈസി ആയിട്ട് അവസാനിപ്പിക്കാനും സാധിക്കും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് റിസർച്ച് മെത്തഡോളജിയുടെ ലൈവ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഉറപ്പായി പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.